ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോപ്രസാൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. Blockbuster partner MyG, co-powered by Dr. Moms, cosmetic partner Dazzler Echena and breakfast partner Easter. ശരി, അപ്പൊ തുടങ്ങിയാലോ? ഒന്നാമത്തെ റൗണ്ട് തുടങ്ങാൻ പോവാണ്. ഒന്നാമത്തെ റൗണ്ട് എന്ന് വെച്ചാൽ ഒരു വലിയ റൗണ്ടാണ്. ഒന്നാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 റൗണ്ടാ. ആ റൗണ്ടിന്റെ ഉള്ളിൽ കുറച്ച് റൗണ്ടുകൾ വേറെ ഉണ്ട്. നമ്മളിങ്ങനെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താന്ന് വെച്ചാല് കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൽക്കാലം ഞങ്ങൾ റൗണ്ടിന്റെ പേര് മാത്രം പറയാം. ഈ റൗണ്ടിന്റെ പേര് ഇതല്ല ഇതിന്റെ അപ്പുറവും ചാടി കടന്നവനാണ് ഈ KK ജോസഫ്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ജസീലയുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസും ആവേശവും നമ്മൾ ഇപ്പൊ റെഡിയാണ്. നമ്മൾ ഫസ്റ്റ് കളിക്കാം. ജസീലയുടെ നവീന്റെ ഒരു ഫോട്ടോ തന്നെ പേഴ്സിൽ വെക്കാൻ. ആവേശത്തിലല്ലേ അപ്പൊ ആവേശം ഒട്ടും കുറയ്ക്കണ്ട. നമുക്ക് തകർത്ത് പൊളിച്ചടുക്കണം. ആദ്യത്തെ ക്ലൂ കൊടുക്കാൻ പോണ്. ദാ നോക്കിക്കോ, ആദ്യത്തെ ക്ലൂ രാവിലെ ഞങ്ങൾ ഫസ്റ്റ് എണീച്ചപ്പോ തന്നെ ഒന്ന് എന്താ പറയാ കാണുന്ന ഒരു സാധനം. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇതാണ് കക്കു. ഏത് നേരം ഇതിന്റെ അകത്താ? ഇല്ല പണ്ടൊക്കെ എന്താണെന്ന് ഞങ്ങൾ കാണുന്നുണ്ടായത്. പണ്ട് ആകാശത്ത് രാവിലെ സൂര്യൻ ഓക്കെ സൂര്യനാണോ? സൂര്യകിരീടം. സൂര്യകിരീടം വീണുടഞ്ഞു പറഞ്ഞപ്പോ നീ വീണല്ലാതെ എന്താ പൊന്നെ? പട്ടിയെ എറിയുന്ന സാധനം. പട്ടിയെ എറിയുന്ന സാധനം. പട്ടിയെ എറിയുന്ന കല്ല്. കല്ല് വെച്ചിട്ട് പറയണെങ്കിൽ കല്ല്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. കല്ല് വെച്ചൊരു പാട്ട് പറ. എന്താ ഉണ്ടായേ? ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ടാക്സി. ഒരു ടാക്സിയുടെ പേര് പറ. യൂബർ. ഓനെ വെച്ച് പാട്ട്. കല്ലെടുത്ത് എറിഞ്ഞത് എന്തിനാ? പട്ടി. അത് വെച്ചിട്ട് പാട്ട്. പട്ടി വെച്ചിട്ടാ പട്ടി ഒന്ന് പാട്. പാട്ടെന്താ? പാട് ഏതെങ്കിലും പാട്. എടി പട്ടി വെച്ചിട്ടുള്ള പാട്ടെന്താ? പട്ടി പാട്. നാടൻ പാട്ടിന്റെ സ്റ്റൈലിലൊക്കെ പാട്ടുണ്ട്. നാടൻ പാട്ട് സ്റ്റൈലില് പാട്ടുണ്ട്. അതെ, പാട്ടുണ്ട്. പിടിച്ചെടുത്തരുത്. അടുത്ത മഴ പെയ്യുമ്പോ നമ്മൾ പിടിക്കുന്ന സാധനം. കൊട. അത് വെച്ചിട്ട് ഒരു പാട്ട് പാട്. മഴ കുട. മഴയിലാ തുടങ്ങുന്നത്. കുടമല്ല പൂത്തിരുന്നു.
വെച്ചിട്ട് എങ്ങനെയാണ് പാട്ട്? ഓക്കെ വേറെ അടുത്ത നെക്സ്റ്റ് ക്ലൂ. ഓൾറെഡി പാടിയില്ല. അടുത്ത ക്ലൂ. ശരീരത്തെ ഒരു പാട്ടാണ്. ശരീരത്തിന്റെ ഒരു പാട്ടാ. ഞങ്ങള് മുഖമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം. സാനിറ്റൈസർ. മുഖം സാനിറ്റൈസർ കൊണ്ടാണ്. ഇവിടെ കരുതിട്ട് പറയുള്ളൂ. ആ നവീൻ ജിമ്മും തമ്മിൽ യാതൊരു ബന്ധവും ശരീരത്തെ ഒരു പാട്ട് രണ്ടുണ്ടത്. ആണുങ്ങൾക്ക് ഒരെണ്ണം പെണ്ണുങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട്. അത് അതാണോ? ശരീരത്ത് 2 ഐറ്റം ഉണ്ട്. അല്ല 2 ഐറ്റം അല്ല. അയ്യോ ശരീരത്തുള്ള 2 മുഖം കഴുകാൻ യൂസ് ചെയ്യുന്ന സാധനം. സോപ്പ്. എഴുതാൻ യൂസ് ചെയ്യുന്ന സാധനം. വെള്ളം. ശരീരത്തുള്ള സാധനം. എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. എന്തിന്? എഴുതാൻ വേണ്ടി ഉപയോഗിക്കണതാ? ആ എന്തിനും മുഖം കഴുകാനും എഴുതാനും ഫുഡ് കഴിക്കാനും. എന്താ പൊന്നോ, ഞാൻ ഓർത്തതാണ് ആ പാട്ട് മറന്നുപോയി. ശരീരത്തിലെ ഒരു ഓർഗൻ, ശരീരത്തിലെ ഒരു അവയവം. വയറ്. ഇങ്ങനെ പൊട്ടനായി പോയല്ലോ. നവീൻ ഓക്കെ നെക്സ്റ്റ് പഞ്ചറയിലെ ഒരു നിങ്ങളെ ഗേൾഫ്രണ്ട് നിങ്ങൾ വിളിക്കുന്ന ഒരു പേര്. ഗേൾഫ്രണ്ട് അല്ല, ഭാര്യ എന്ന് പറഞ്ഞു. ഇവൻ ഓർത്തപ്പോ തന്നെ ഇടിച്ചു പൊളിച്ചു. പറ, ഭാര്യ എന്തെന്ന് വിളിക്കും? അദ്ദേഹം തോന്നുമ്പോ കരളേന്ന് വിളിക്കും. പൊന്നെ. അത് വെച്ച് പാട്ടോട്. അത് വെച്ച് സുഖമാണ് പാടാൻ. എന്നാ പാട്. പൊന്നെ പൊന്നം. നവീൻ അറക്കാൻ. അറക്കി പറ. ഓക്കെ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ എന്തിലാണ്? ബസ്സിലോക്കാൻ. അത് മാത്രം അറിയാം. കഴിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അത് വെച്ചിട്ട് പാട്ട് പാട്. 4 3 2 അടിക്കോ 2 1 അടിച്ചിട്ട്. സൂപ്പർ അമീനെ. മാധു, ഈ അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുള്ളല്ലോ. അത് എനിക്ക് ഇന്നാണ് മനസ്സിലായി. കാരണം ഞാൻ നവീനെ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഇവളുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല. ഇവള് കന്നഡം തെലുങ്കിലൊക്കെ കൂടി മിക്സ് ചെയ്ത് പറഞ്ഞപ്പോഴേ ഞാൻ ചാട്ടത്തിനോട് അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആദ്യം കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ, നവീന്റെ തലയ്ക്കൊരു അടി കിട്ടിയ പിന്നെ കറക്റ്റ് ആയിട്ട് അവിടെ നോക്കേ. താങ്ക് യു. അടി തെറ്റിയ ആഞ്ഞിനിയും വീഴും. പ്രമോദിനെതിരെ നവീന്റെ വെല്ലുവിളി. പ്രമോദ്, നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, വെല്ലുവിളിച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ടീം ബി 3 മിനിറ്റ് കൊണ്ട് 6 പാട്ടുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ടീം എ ആണ് വരാൻ പോകുന്നത്. തീ പാറുന്ന പോരാട്ടമാണ്. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രമോദ് എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു. ശരി, കളി തുടങ്ങാം. ആദ്യത്തെ ക്ലൂ. 3 2 1 സ്റ്റാർട്ട്. നമ്മള് കടലിൽ പോയാ എന്തൊക്കെ കിട്ടും? കടലിൽ പോയിരിക്കുമ്പോൾ കടലിന്റെ തിരിച്ചു വരുന്ന അണ്ണ. കടലിൽ പോയാൽ നമുക്ക് സമ്മാനം കിട്ടുമോ? ഈ കടലിൽ സന്ധ്യക്ക് പോകുമ്പോ എന്തുവാണ് ഈ കിട്ടുന്നത്? കടൽക്കരയിൽ നമ്മൾ പോയിരിക്കുമ്പോ, കടൽക്കരയിൽ പോയിരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താണ്? പാട്ട് പാട്. എനിക്ക് പാടാമോ? നമ്മളെ ഈ പൂവിലൊക്കെ വന്നിരിക്കുന്നതിന്റെ പേരെന്തുവാ? പൂവിലൊക്കെ അല്ലല്ല, അല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. അയ്യോ, ചാടല്ല. വീട് കണക്ക്. നമ്മൾ എന്തിനെ പിടിച്ചിട്ടാണ് കല്ല് കൊടുക്കുന്നത്? കല്ല് ഏത് ജീവിയെ പിടിച്ചിട്ടാണ് കാക്കാത്തി കല്ല് കെട്ടുന്നത്? ഏത് ജീവിയെ പിടിച്ചിട്ടാണ് ഈ കല്ല് കെട്ടി കൊടുക്കുന്നത്? പാട്ട്. അത് വെച്ചിട്ട് പാട്ട് പാട്. തുമ്പി പെണ്ണെ
ഓക്കെ ഓക്കെ മതി 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 അടുത്ത അടുത്ത എന്താ ഇതിന്റെ പേര്? ഈ മയില് മയില് എന്താണ് വിരിക്കുന്നത്? വിരിക്കുന്നത് ഇറങ്ങോ? ഇതിനകത്ത് എന്തോ ഉള്ളത്? മയിലെന്താ വിരിക്കുന്നത്? അടുത്തത് നീ എന്റെ എന്താണ്? നമ്മൾ എന്താണ് ഊതുന്നത്? അല്ല വേറെ വേറെ ഊതുന്ന എന്തോ അടി? അമ്പലങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. എന്റെ മാത്ത് ഒന്ന് മാറി നിൽക്കാൻ സമ്മതിക്കും. പറഞ്ഞോ പറഞ്ഞോ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ രാത്രി വരുവാ. നീ എന്താണ് തുറന്നു തരുന്നത്? അത് വേറെ അതിന്റെ വേറെ വാക്ക്. എന്റെ അമ്മച്ചി കഴിഞ്ഞോ. എനിക്ക് തോന്നുന്നത് ഈ ടീം ബിയും എയും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെയും ബുദ്ധിയുടെയും മത്സരമായിരുന്നു. അപ്പൊ നമ്മൾ തുടങ്ങുന്നു. 3, 2, 1 ടൈം സ്റ്റാർട്ട്. ഉയരം കൂടിയ പ്രകൃതിയിലായിട്ട് ഉയരം കൂടിയ അതല്ല. നമ്മുടെ താലി എന്താണ്? താലിയോ? അടുത്തത് നമ്മുടെ നെറ്റിയിൽ ചൂടുന്നത്. നെറ്റിയിൽ അല്ലല്ല വേറെ പുരികത്തിന്റെ ഇടയില് കരിമഷി കൺമഷി പുരികത്തിന്റെ ഇടയില് രണ്ട് പുരികത്തിന്റെ ഇടയില് കാണിക്കരുത് അങ്ങനെ ടീം ബിയുടെ മത്സരം ശക്തിയുടേതായിരുന്നു. ടീം എയുടെ മത്സരം ബുദ്ധിയുടേതായിരുന്നു. അതെ. ടീം സി വന്നത് ബുദ്ധിയും ശക്തിയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. പക്ഷെ രണ്ടും വർക്ക് ചെയ്തു. ഒരു കാര്യം എവിടെയാണ് ഇതൊക്കെ? അവിടെ നിൽക്കുമ്പോ ഭയങ്കര ആവേശം തോന്നി. നല്ല ബുദ്ധിശക്തി വേണം. ഇവിടെ നോക്കുമ്പോ അത് മനസ്സിലായി. അപ്പൊ ഇതിലെ വിജയി ടീം എ പ്രമോദൻ. ഒരു ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡും ഉണ്ടല്ലോ. ഇതിൽ സെക്കൻഡിന് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ടിൽ പിടിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് മറ്റു രണ്ട് ടീമുകൾ. അടുത്ത റൗണ്ട് ഇവർക്ക് വളരെ ഉപകാരപ്രദമായ റൗണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട റൗണ്ട്. പ്രേക്ഷക ലക്ഷങ്ങൾ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ തരിപ്പ് സിംഹാസനം എത്തിക്കഴിഞ്ഞു. ഇനി തരിപ്പ് സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് ആരാണ് വരാൻ പോകുന്നത്? റെഡി? 3, 2, 1 കാന്താ ഞാനും വരാ തൃശൂർ പൂരം കാണാം.
കരിമിഴി കുരുവിയെ കണ്ടീല. കരിമിഴി കുരുവിയെ കണ്ടില്ല. എന്റെ പൊന്നെ ചേച്ചി ഒന്ന് പയ്യ. കരിമിഴി കുരുവിയെ കണ്ടില്ല. കൈയൊക്കെ ആക്ഷൻ കാണിച്ചോ? കരി കയ്യുണ്ടെങ്കിൽ ആശ കരിമീല കരിമിഴി മിഴി മിഴി കരിമിഴി കരിമിഴി കുരുവിയെ കണ്ടില്ല. കല്ലായി കൈ കല്ലായി കല്ലായി കല്ല് 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 കല്ലോ കല്ല് കല്ലായി കടവത്ത് കടവത്ത് കല്ലായി 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 കടവത്ത് ശംഖും വെൺചാമരവും താമരവും ഇങ്ങോട്ട് നോക്ക്. ശംഖും വെൺചാമരവും കൊഞ്ചും പീരാളി പൊട്ടും വീര ആക്ഷൻ കാണിക്ക്, ആക്ഷൻ കാണിക്ക്. എന്റെ കഞ്ചും കൊഞ്ചും അളകിയ എന്റെ കഞ്ചൻ ശംഖും 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 വെഞ്ചാമരവും ശംഖും വെഞ്ചാമരവും. പട്ടാഭിഷേകം. ഓക്കേ. രാക്കുയിൽ പാടി രാക്കുയിൽ പാടി രാവിന്റെ ശോകം രാവിന്റെ ശോകം രാക്കുയിൽ 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 പാടി രാക്കുയിൽ രാക്കുയിൽ പാടി പാടി രാവിന്റെ ശോകം. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ. ഒന്നാനാം കുന്നിന്മേൽ ഒന്നാനാം കുന്നിന്മേൽ. ഒന്നാനാം കുന്നിന്മേൽ. അല്ല, അല്ല, അല്ല. അതിന് ഒന്നാനാം കുന്നിന്മേൽ കൂട് കൂട്ടും തത്തമ്മേ. എന്റെ തത്തയും കൂടൊക്കെ കൂടുകൂട്ടും തത്തമ്മേ. ചിലമ്പൊലിക്കാറ്റേ 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 ഒന്ന് ചിരി അടിച്ചാട്ടെ. പൊലിക്കാറ്റേ ചിരിമൊഴി ചിരിമൊഴി ചിലമ്പൊലിക്കാറ്റേ ചിലമ്പൊലിക്കാറ്റ് ചിലമ്പൊലിക്കാറ്റ് കാ- ചിലമ്പൊലി ചിലമ്പൊലി ഞാൻ ചിലമ്പൊലി ചിലമ്പൊലി ചിലമ്പൊലിക്കാറ്റ്. അടിച്ചാറ്റേ അതന്നെ പാട് കുപ്പിവള കിലുകിലക്കിലുങ്ങാണല്ലോ. കുപ്പിവെള്ള കില് 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 കില്ലുങ്ങളോ. ഒന്നിട്ട് എന്റെ കുപ്പിവള മൊട്ടം പൊട്ടി നീ ഒന്ന് കേക്ക് കുപ്പിവള കിലുകിലക്കിലുങ്ങാണല്ലോ. കുപ്പിവള കില് കില് കിലുങ്ങണല്ലോ. കുപ്പിവള കില് 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 കിലുങ്ങണല്ലോ. കുപ്പിവള കില് കില് കിലുങ്ങണല്ലോ. കൈക്കുടന്ന നിറയെ കുറെ പാടിത്തരുന്നല്ലോ ഇതിന്റെ പവർ ഒന്ന് കുറച്ചേരാൻ അതെന്റെ മേഖല അല്ല. കൈക്കുടന്ന നിറയെ കൈ കൂടന്ന നിറയെ പിച്ചെടുക്കുന്ന കൈ 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 കുടന്ന നിറയെ കൈ ഒരു മധുരം തരുമോ? കൈ കുടന്ന നിറയെ ഒരു മധുരം മധുരം കൈക്കുട കൈക്കുടന്ന നില കൈക്കുടന്ന നിറയെ. കൈക്കുടന്ന നിറയെ കൈക്കുടന്ന നിറയെ മധുരം താമര നൂലിനാൽ അടിപൊളി കഴിഞ്ഞു. ശരി, അപ്പൊ എന്തായാലും ടീം എ ഗംഭീരമായിട്ട് ഗംഭീര performance ആയിരുന്നു team A യുടെ. കയ്യടി കൊടുക്കാം. പോഡിയത്തിലേക്ക് മടങ്ങാം. എന്നിട്ട് ടീം ബിക്ക് ടീം ബിക്ക് സ്വാഗതം. മധു, യെസ് കലു. ഇതിലേ നമ്മൾ സാമ്പിളിന് ഒരു തരിപ്പ് കൊടുത്തായിരുന്നു. കുറച്ചുകൂടെ പോരട്ടെ. ഇത് മെഷീന്റെ മാക്സിമത്തിൽ ഇട്ടേക്ക. മത്സരം തുടങ്ങാൻ പോവാണ്. മാക്സിമത്തിൽ കയറ്റിക്കോ. ഓക്കെ, 3, 2, 1. ആരോ വിരൽ നീട്ടി ആരോ വിരൽ നീട്ടി നീട്ടിയല്ല, നീട്ടി. മനസ്സിൻ ആരോ ആരോ വിരൽ വിരൽ ഒന്ന് ആരോ 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 വിരൽ നീട്ടി ആരോ വിരൽ നീട്ടി മനസ്സിൻ പാട്ടാണിത് പാട്ട് പാട്ടാണ് പാട്ട് പാട്ട് ആരോ വിരൽ നീട്ടി ആരോ
ആലോ വിരൽ 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 വിരല് വൈറൽ വൈറൽ വിരൽ വൈറൽ വൈറൽ ആലോ ഫിംഗർ ഫിംഗർ അല്ല എന്റെ പൊന്നോ ഈ പൊട്ടൻ എന്നും പൊട്ടനാണല്ലോ ദൈവമേ നീ എന്നും പൊട്ടൻ തന്നെ സോറി ആരോ വിരൽ ആരോ വിരൽ നീട്ടി ആരോ പാടുന്നു ദൂരെ എന്റെ പൊന്നോ ആരോ പാടുന്നു ദൂരെ മാറ്റ് മാറ്റ് പാടുന്നു ദൂരെ ആരോ പാടുന്നു 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 ഇനി അടുത്ത പാട്ട് ആരോ പാടുന്നു ദൂരെ ആരോ പാടുന്നു ദൂരെ പാടുന്നു 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 ദൂരെ ആരോ ആ പാടുന്നു ദൂരെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മറക്കുടയ മറക്കുടയാൽ മുഖം മറയ്ക്കും മോള് മാനല്ല കരച്ചില് അല്ലല്ല മറക്കുടയാൽ മറക്കുടയാൽ മുഖം മറയ്ക്കും മുഖം മല മല മരം 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 എടാ, മരം നിന്നെ കുറിച്ചാ. മല. വേഗം പറ. മരക്കുട ആ മുഖം മുഖം ആ മുഖം മുഖം ആ മറക്കുടയാൽ മുഖം മറക്കും മരക്കുട ആ മരക്കുട മുഖം മറക്കും അമ്മ മുഖം മുഖം മറയ്ക്കും മറക്കും മറയ്ക്കും മറയ്ക്കും അത് തന്നെ. മരക്കുടയാൽ മുഖം മറയ്ക്കും മുഖം മറയ്ക്കും മാനല്ല അത് തന്നെ അത് തന്നെ മാനല്ല എടാ അവളാണ് അക്ഷരം കളിക്കണത്, നീയല്ല. കാർമുകിൽ വന്നന്റെ ചുണ്ടിൽ കാർമുകിൽ ആ. കാർമുകിൽ വന്ന് കാർമുകിൽ വന്നന്റെ ചുണ്ടിൽ കാർ കാണിച്ചു കൊടുക്കും കാറ് ഇറങ്ങിപ്പോ കാർ 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 സ്റ്റിയറിംഗ് 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 കാർ 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 കാർമുകിൽ മുകിൽ മുകിൽ കാർ മുകില് കാർ മുകളിലോട്ട് മുകിൽ കാർ മേളിലോട്ട് പോയിട്ട് ഫസ്റ്റ് ഇട്ട് താഴോട്ട് മുകിൽ ആ കാർമുകിൽ വർണ്ണന്റെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചുണ്ടിൽ ആ കാർമുകിൽ ആ ഓക്കേ ആ നെക്സ്റ്റ് ഓർമ്മകളോടി ഓർമ്മകളോടി ഓടി കളിക്കുവാൻ കളിക്കുവാൻ എത്തുന്ന എത്തുന്ന എന്തോന്നാണ് ഓർമ്മ 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 ഊമ ഓർമ്മ ഊമയല്ല ഓർമ്മ ഓർമ്മ Memory. ഓർമ്മ 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 ഓർമ്മകൾ ഓടിക്കളി ഓടി ആ ഓർമ്മ ഓടി. ഓടി ആ കളിക്കുവാൻ കളിക്കുന്ന കളിക്കുന്ന ആ ഇതെന്ത് ഇങ്ങനൊക്കെ ഷോക്ക് തന്നാ ഞാൻ ഇങ്ങനെ പറയും ഓർമ്മ. നവേ. ഓർമ്മകളോടി കളിക്കുന്ന ആ. മുറ്റത്തെ Next, next. ഏതോ ഏതോ നിദ്ര തൻ നിദ്രതൻ. ഓ. ഏതോ 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 ഏതോ. ആ, നിദ്ര തൻ ഏതോ നിദ്രതൻ ഉറങ്ങണ് നിദ്രതൻ മറ്റേ അയാൾക്ക് അത് എഴുതിയാണ് എനിക്ക് അവിടെ പോയി ഏതോ ഒന്നുമില്ല. പാട് പാട് ഏതോ ഏതോ ആ. നിദ്ര തൻ ആ അത് തന്നെ. ഓക്കേ. മേലെ 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 മാനം 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 മേലെ മേലെ മാനം മേലെ 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 മാനം മേലെ മേലെ മാനം മാനം മാനോ? മാനം 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 മാ നം നം ആ മാനം. നം 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 മാനം മാനം ഏതോ മേലെ 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 മാനം മേലെ മേലെ മാനം മാനം ആ മേലെ മേലെ മാനം ആ മാനം 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 അത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ആ മേലെ next. മേലെ മാനം നെക്സ്റ്റ് ഓക്കെ ആ ഒരു രാത്രി ആ. കൂടി ഒരു രാത്രി ഒരു ഒരു രാത്രി ഒരു ഒരു രാത്രി ഒരു രാത്രി ഇത് മാറ്റ്. ഒരു രാത്രി ഉറങ്ങണ്. രാത്രി 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 ഒരു രാത്രി ഒരു രാത്രി
ഒരു രാത്രി കൂടി ഒരു രാത്രി കൂടി വിട വാങ്ങി എന്നെ നോക്കി കണ്ണു തുറക്ക്. വിടവാങ്ങവേ. ഞാൻ നെഞ്ചു വിരിച്ച് പാടി, വായ് തുറന്ന് പാടി, കൈ തുറന്ന് പാടി, കാല് തുറന്ന് പാടി, എന്തെല്ലാം ചെയ്ത് പാടി. എല്ലാം മനസ്സിലായി. നെഞ്ചി വിരിച്ച് പാടുന്ന എന്താണ് മനസ്സിലായില്ല. അത് ഞാൻ പിന്നെ കാണിച്ചുതരാം. ആദ്യം ജസ്റ്റിന് ഒരു ആഗ്രഹം പറഞ്ഞില്ലായിരുന്നോ? അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് തല്ലാൻ പറ്റുമോ? അതെ. ഒരു സെക്കൻഡ്, ഞാനത് കെട്ടഴിച്ചു വിടാം. ആ വാ അവിടെ നിക്ക് നിക്ക്. എന്താ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ട്, എന്റെ വായി നോക്കി പാടാൻ, കണ്ണടച്ച് പാടാനല്ല. 10ൽ 8 പാട്ടും ശരിയാക്കിയിരിക്കുന്നു ടീം ബി. Yay! 3, 2, 1. സൗണ്ട് കുറച്ച് പാടണം. സൗണ്ട് കുറച്ച് പാടണം. മയിലായി പറന്നു മയിലായി മയിലായി പറന്നതാ. അടിപൊളി. കണ്ണാടിയാദ്യമായൻ കണ്ണാടിയാദ്യമായൻ ഓ കണ്ണാടിയാദ്യമായൻ ആദ്യമായി കണ്ണാടി 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 ആദ്യമായൻ. കാതിൽ തേൻ മഴയായി പാടൂ. കാതിൽ തേൻ മഴയായി തേനും വയമ്പും തേൻ മഴയല്ല കാതിൽ കാതിൽ തേൻ മഴയായി പാടും. ഏഴിമല പൂഞ്ചോല ഏഴിമല പൂഞ്ചോല ഏഴിമല പൂഞ്ചോല. ഓക്കെ. ആദ്യമായി കണ്ട നാൾ ആദ്യമായി കണ്ട നാൾ കണ്ട നാൾ. ആദ്യമായി കണ്ട നാൾ. ആദ്യമായി ആദ്യമായി കണ്ട നാൾ. ആദ്യമായി കണ്ട നാൾ. ആദ്യമായി കണ്ടത് മണിത്തൂവൽ തരാ മുത്തുമണിത്തൂവൽ അല്ലല്ല മുത്തുമണിത്തൂവൽ തരാ മുത്തുമണി തൂവൽ തരാം. മായാമഞ്ചലിൽ 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 ഇതുവഴിയെ അതെ പിച്ചകപ്പുങ്കാവുകൾ കുമപ്പുറം പിച്ചകപ്പുങ്കാവുകൾക്കു പിച്ചകപ്പു പിച്ച പിച്ച ആ പിച്ച പിച്ചക്കാരൻ പിച്ചക്കാരനെ കാണിച്ചോട്. പിച്ചകപ്പുങ്കാവുകൾക്കും കുമപ്പുറം. കഴിഞ്ഞു. തരിപ്പിന് പോകണ്ട. മാത്തു, യെസ് കല്ലു. അതിഗംഭീരമായ മത്സരമായിരുന്നു. ഇതിനകത്ത് 2 ടീമുകൾ 10 പാട്ട് വീതം പാടി. അതെ, ഒരു ടീമാണ് കയ്യിൽ നിന്ന് പോയത്. അപ്പൊ ടീം എയും ടീം സിയും 10ഉം കംപ്ലീറ്റ് ചെയ്തു. ടീം എ 3 മിനിറ്റ് എടുത്തിട്ടാണ് 10 പാട്ടുകളും കംപ്ലീറ്റ് ചെയ്തത്. ടീം സി 2 മിനിറ്റും 45 സെക്കൻഡും എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ടീം സി ചാമ്പ്യന്മാരായിരിക്കുന്നു. മനീഷ് and സ്വാതി. അടുത്ത റൗണ്ടിന്റെ പേരെന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഐശ്വര്യത്തിന്റെ സൈറൻ മുഴങ്ങുന്നത് പോലെ. ആദ്യത്തെ ടീം റെഡിയാണ്. ടീം എ റെഡിയാണ്. പ്രമോദേ, ഈ ജോസ് പ്രകാശ് ഒക്കെ പണ്ട് ഈ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്തെ ഈ നായകനും നായികയൊക്കെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ട് അവരുടെ സങ്കേതത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, ആ ഉപകരണമാണ് ഈ ഉപകരണം. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു പാട്ട് എന്ന് വെച്ചാൽ ഒരു വാക്ക് കണ്ടുപിടിക്കണം. ഒരു പാട്ട് തുടങ്ങുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കണമല്ലോ. ആ വാക്ക് അളിയനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അളിയന് വിശക്കുന്നോന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബണ്ണൂടെ തന്നെ. അടിപൊളി. പണ്ണം കഴിച്ചോണ്ട് വായിൽ വെക്കാൻ കൊടുക്ക്. മണ്ണ് വായിൽ വെക്കും. അവന് 2 ബണ്ണ് തയ്യാറായിട്ടൊക്കെ നിൽക്കുവാണല്ലോ. ഒരു കാര്യം ചോദിച്ചത്, എനിക്ക് അല്ലാതെ തന്നെ മലയാളം പാട്ട് വാക്കും വരത്തില്ല. അപ്പൊ ഇതോട് വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? ഉള്ളത് നോക്കാം. ഉള്ളതുകൊണ്ട് കടിച്ചു പിടിച്ചോ. കടിച്ചു പിടിക്കണം.
ഒരു ബണ്ണ് ഫുള്ള് വായിലിട്. ഫുള്ള് വായിലിട്. അങ്ങനെയാണെങ്കിൽ ഇത് കറക്കുന്നത് നമ്മളല്ല. ഞാൻ കറക്കാം. അല്ലല്ല, അയ്യോ, ഇത് വേണ്ട. കറക്കാനായിട്ട് പ്രത്യേകിച്ച് രണ്ടുപേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ടിൻഡു മോനും ടിൻഡു മോന്റെ മോനും. അതാരാ? നമ്മൾ മത്സരം തുടങ്ങാൻ പോവാണ്. ഡയന ready ഈ അല്ലേ? ചക്രം കറങ്ങാൻ തുടങ്ങാണ്. ഡയന കറങ്ങാൻ തുടങ്ങുന്നു. കറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രമോദിന്റെ അഭിനയത്തെ ആയിരിക്കും. അഭിനയിക്കല്ലേ? മൂളിക്കോ മൂളിക്കോ. 3, 2, 1 start. ആ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാർക്കിടാതെ. ആക്ഷൻ കാണിക്കുക, ആക്ഷൻ കാണിക്കുക. മൂളല്ലേ, ആക്ഷൻ കാണിക്കുക. കാവ്യ കാല് കൽപ്പാത്ത കാല് പാടല്ലേ? കേട്ടു നീ കാൽപാദം കേട്ടോ? പറഞ്ഞു ശരിയാവട്ടെ. ഹലോ, ട്യൂൺ പാടല്ലേ കേട്ടാ. കിട്ടി കിട്ടി കറക്കിക്കോ കറക്കിക്കോ. മഞ്ഞൾ പ്രസാദം ആലിപ്പിരി ആക്ഷൻ കാണിക്കേ. ആക്ഷൻ കാണിച്ചോട്. ആലിപ്പഴം പേര് ഫ്രണ്ടി വരുമ്പോ പാടണം കേട്ടോ. ഇനി പാടും പറയും. ഓക്കെ ഫൈൻ. അഖിലാണ്ട ആദ്യം വിട്ടുപോയത്. ഓക്കെ ആ യെസ്, 5 എണ്ണത്തിൽ 5 കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ടീമേ. എനിക്ക് കഴിച്ചു. അപ്പൊ എന്തായാലും കൊള്ളാം. അടിപൊളി ഡയന. ഇനി ഡയനെ അഴിച്ചുവിടാം. എന്തായാലും തല തിരിഞ്ഞാണെങ്കിൽ പോലും ഡയന മുഴുവൻ പാട്ടുകൾ കണ്ടുപിടിക്കും. ടീം ബി റെഡി? ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. കല്ലു മാധു, എന്തായാലും കെട്ടിയിടേണ്ട ആളെ തന്നെയാണ് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത്. അതിന്റെ സന്തോഷം ജസീലയുടെ മുഖത്തോട്ട് നോക്കി. അതെ സത്യം. അതെ ശരി, നമുക്ക് തുടങ്ങിയാലോ? കളി തുടങ്ങാം. ആ ബണ്ണ് ബണ്ണ് വേണം. ബണ്ണ് ഈ വിശക്കുന്ന പണ്ണ് കുട്ടിക്ക് ആക്ച്വലി എന്റെ നന്നായിട്ട് വായിക്ക് ഭയങ്കര വലുതാണ്. അല്ല സാറേ. ശരി, 3, 2, 1 ആദ്യത്തെ പാട്ട് കറങ്ങിക്കോ. നോക്ക്. എന്താ പ്രായം തമ്മിൽ മോഹം നൽകി കള്ളക്കളി. ഇത് നല്ല മാറ്റം കേട്ടോ നിനക്ക്. ലല്ലെല്ലാം ചൊല്ലുന്ന ചല്ലക്കിളികളെ. അതെ, അവരെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാ മാറ്റം. പപ്പടം പഴപ്പഴ പേരക്ക. പെപ്പറ് പഴപ്പഴ പേരക്ക.
അങ്ങനെ പാട്ടുണ്ടോ? ആ ഓക്കെ അടുത്ത ആദിവാക്കാറ്റ് ഞാനിവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നവീൻ കി നവീൻ കഴിഞ്ഞോ? കി നവീൻ കി നിർത്തിക്കോ ഈ ഗ്രിൽഡ് ചിക്കനൊക്കെ സമ്മതിക്കണം അല്ലേ? അപ്പൊ എന്തായാലും ടീം ബി നല്ല ഗംഭീരമായിട്ടാണ് പൂർത്തീകരിച്ചത് മത്സരം. കെട്ടഴിച്ചൂടാ അല്ലെ? എന്നിട്ട് ടീം സിയെ വിളിക്കാം. ആരാണ് വരുന്നത് ടീം സി? ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? മാത്തു ബണ്ണ് കണ്ടപ്പോഴേ തിന്നാനൊരു കൊതി, അപ്പൊ തിന്നാന്ന് വിചാരിച്ചു. ഇത് അവർക്കുള്ളതാണ്. അവർക്ക് അത് വെച്ച് കഴിഞ്ഞു. ബാക്കി കറങ്ങാൻ റെഡി ചെയ്ത് കാണും. റെഡി ഇറക്കിക്കോ. സ്പീഡ് അത്ര സ്പീഡ് വേണ്ട. കുഴപ്പമില്ല. പൂവേ പൂവേ പൂമുഖവാതിൽ ഇന്നെന്റെ ഇന്ന് എന്റെ നിങ്ങൾ പെട്ടില്ല ചവിട്ടിക്കുട്ടി ഞാൻ ഇന്നെന്റെ കണ്ണുനീരോ അയ്യോ അല്ലേ കണ്ണീര് കാണും. ഇന്ന് എന്റെ കണ്ണുനീരിൽ എന്റെ ഇന്ന് അടുത്ത പിടിക്കും അടുത്ത പിടിക്കും. പൂമാനമേ പൂങ്കാറ്റിനോ അടുത്തത് ആറ്റിലമ്പില് കുമ്പില് ലൈൻസ് ഒക്കെ തെറ്റി. ലിറിക്സ് പോയാലും കുഴപ്പമില്ല. കൈതപ്പൂവൻ ഒരു പാട്ടുകൂടെ ഉണ്ട്. ഇന്നെന്റെ കണ്ണുനീർ ഇന്നെന്റെ കണ്ണുനീർ ഓർമ്മപ്പീലി അതേത് പാട്ട് ഇന്നെന്റെ കണ്ണുനീർ ഓർമ്മപ്പീലി അങ്ങനെ ഒരു പാട്ടില്ല. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അങ്ങനെ ഓർമ്മ പുഞ്ചി കൂടുതൽ പാടിയാ പോരെ? ഇന്നെന്റെ കണ്ണുനീരിൽ ഓർമ്മ പുഞ്ചിരി ഞാൻ ആ പാട്ടിങ്ങനെ കേട്ടത്. അടുത്ത പാട്ട് തീർന്നോ? അയ്യോ ഒരു സെക്കൻഡ് ആ ബണ്ണ് വിഴുങ്ങി. ഇനി ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. ഇന്നും എന്റെ കണ്ണുനീരിൽ പാട്ടൊന്ന് പാടിക്കൊടുക്ക്. ഇന്നും എന്റെ അഞ്ചിൽ 4 പൂർത്തീകരിച്ചാണ് ടീം സി മടങ്ങുന്നത്. ഒരു കൈ എടുത്തോ. റിലേ പോയി. എന്തായാലും 3 ടീമുകളും മത്സരം പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇതിന്റെ ഫലം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പറഞ്ഞതല്ല, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മത്സരം പൂർത്തീകരിച്ചത് ടീം സി ആണ്. പക്ഷെ എന്നും എൻ കണ്ണുനീർ നിന്നോർമ്മ പുഞ്ചിരി അവിടെ 5ാമത്തേത് നിങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നവീനും ജസീലയും വിജയിച്ചിരിക്കുന്നു. ഈ അംഗത്തിൽ 1 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ടീമെ തറപറ്റിച്ചിരിക്കുന്നു.
അനസ്തേഷ്യ. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കിടക്കാം. Yeah. അനസ്തേഷ്യക്ക് നമ്മളൊരു പാട്ട് കളിപ്പിച്ചു കൊടുക്കും. അനസ്തേഷ്യ ആ പാട്ട് നമുക്ക് വേണ്ടിട്ട് പാടിത്തരും. ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾ ബസർ അമർത്തി പറയണം. യെസ്. അനസ്തേഷ്യ അങ്ങോട്ട് നോക്കോ. കല്ലു മത്സരം തുടങ്ങാം. മത്സരം തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ പാട്ട് ആരാണ്? ശരിയാണോ? സരക്ക് തകില് തുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. ശരി, അടുത്ത പാട്ട്. ചിരി ചിരിയാ ആരാ? ബി ബി ബിയാ? ചിരി ചിരിയോ ചിരിയായി സിന്റെ കൂട്ടുന്ന മരുന്നാണളി. അങ്ങനെയല്ല ശരിക്കുള്ള പാട്ട്. ചിരി ചിരിയോ. എനിക്ക് പാരഡി അറിയുള്ളൂ. ചിരി ചിരി വന്നില്ലേ പോരെ. അപ്പൊ എന്തായാലും പോഡിയത്തിലേക്ക് തിരിച്ചു. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ടീം ബിയും ഒരു പോയിന്റ് എടുത്തു. ഇപ്പോൾ മൊട്ടയായിട്ട് നിൽക്കുന്നത് ടീം എ മാത്രം. അതില്ല. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതെ, എനിക്കൊരു വിളി, നിങ്ങളൊരു വിളി. ടീമേ എന്റെ ഉക്രൈൻ ചേച്ചി പാടില്ലാത്തതല്ല പറ. ശരി, അടുത്ത പാട്ട്. നിർത്തും പാട്ട്. 10, 10, 9, 9, 8, Can you sing once more? 7, 7, 6. മനസ്സിലായിട്ടാണോ അമർത്തിയത്? ഇവളാണ് ഞെക്കിയത്. എന്റെ പൊന്നോ, ഇവളാണ് ഞെക്കിയത്. 4, ആ ഗെയിമിന്റെ ഫ്ലോ പോയി. 3, 2, ഞാനൊരു വീട് വെച്ചു. ടൈം ഔട്ട്. ഇനി ഒന്നുകൂടി പാടും. ഇനി ഒന്നും പാടും. Team B ക്ക് chance ഇല്ല. ചാൻസ് ഇല്ല. തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ. ആണോ? പോയിന്റടാ, ഒരു പോയിന്റ്. പോലെ വന്നിട്ടെന്നെ തേച്ചില്ലേ പെണ്ണ് തേച്ചില്ലേ പെണ്ണ് തെപ്പുപട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ല പെണ്ണ് തെച്ചിട്ട് പോയില്ല പെണ്ണ് ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വേറെ മാറ്റി, അവൻ വേറെ മാറ്റി. ഈ പിടിച്ചോണ്ട് പോ, പിടിച്ചോണ്ട് പോ. എങ്ങനെ കളിക്കുന്നു? പിടിച്ചോണ്ട് പോ. അവന്റെ ഇറങ്ങി വരുമ്പോഴുള്ള മുഖത്തുള്ള ആക്രാന്തം കണ്ടിട്ട് ഇതേവരെ അവിടുന്ന് അനങ്ങാണ്ട് നിൽക്കുന്ന അനസ്തേച്ചി ഇറങ്ങി ഓടും. എന്തുവാണത്? ഇത്ര ആക്രാന്തം. തേപ്പ് കുറെ കിട്ടിയതില്ല. ശരി, അടുത്ത പാട്ട്. ടീം സി ആരാണോ? 1, 8. സോറി, പഠിക്കും. ഏതെങ്കിലും ഒന്ന് പാടറി. ഞങ്ങൾക്ക് പാടാനാ. 6, 5, 4, ജോസഫേ 3, 2, 1. ടൈം ഔട്ട്. ഇനി ടീം ബിയുടെ സമയം. 10, പാട് 9, അറിയാവുന്ന പാട് 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 8, പാട് ആദ്യം ഭയങ്കര 7, പാട് 6, പാടത് പാടെന്ന് പറഞ്ഞു. പാട് വേഗം 4. അറിയാവുന്ന പാടുമല്ലോ. പാട് 2. അല്ല, എന്താ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? 1. ടൈം ഔട്ട്. ഇനി നിങ്ങൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. പാടിത്തരാം, പാടിത്തരാം. ഹലല്ലേ തെച്ചുകാരെ ഹേ നാലേ ഹേ തരത്തെ തരതരെ താം പരപ്പം തരത്തെ തരതരെ താം പരപ്പം ഇനി പാടരുത്, അവര് പറയട്ടെ. ഇൻട്രസ്റ്റ് ചെയ്തു. You don't interfere in my palette taratam palette Okay. Fine. That's good. പാട്.
വെരി നൈസ്. പാട്. പഴയ പണ്ണ് കിട്ടുമോ? പഴയ പണ്ണ് നവീന്റെ വായിൽ കുത്തി കഴിഞ്ഞാൽ പാടി പാട്ട് കേട്ടോ. 9 ആണോ? റെഡി, അടുത്ത പാട്ട്. ഇവിടെ ആരാ വന്ന്? ആരാ? 10 10 9 നിങ്ങളല്ലേ? 8 എന്നിട്ട് ഇത് ഇത്ര ആഘോഷം. 7 6 ഒന്നുകൂടെ പാടൂ. 5 4 ഓമലാളെ കണ്ടു ഞാൻ തെറ്റി. ഒട്ടത്തെറ്റ്. ടീം ബി. നമുക്ക് ഇന്നൊരു പാട്ട് കേൾക്കാം. 10 ഇല്ല, അല്ലല്ലോ അറിയാമെങ്കിൽ മാത്രമേ അതിൽ അമർത്താവുള്ളൂ നമ്മൾ. 9 ഞാൻ നേരത്തെ പറഞ്ഞു അഹംഭാവം ഒന്ന്. 8 ഒന്നോ നവീൻ ഇപ്പൊ നവീൻ 7 ഇത് എന്റെ കൈ അറിയാണ്ട് ജസ്റ്റ് 6 പാസ് ചെയ്ത് പാസ് 5 ടൈം ഔട്ട്. നിങ്ങൾക്ക് ഒരു ഗാനം കേട്ടേയുള്ളൂ ഈ പാട്ട് അവര് വിജയിച്ചതിന് പിന്നിൽ, അതായത് ഈ ചോദ്യത്തിൽ അവര് വിജയിച്ചതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ആക്രാന്തം കാണിച്ചു. സത്യം, ആവശ്യമില്ലാതെ ആക്രാന്തം വളരെ ആവേശവും കാണിക്കും. ഇതിനാണ് മലയാളത്തിൽ പറയുന്നത് മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി. അല്ലല്ല, ഇത് കള്ളക്കളിയാണ് മാത്തുവാൻ കല്ലു. കാരണം ഈ ഉക്രൈൻ ചേച്ചി 2 ദിവസം കോവളത്തുണ്ടായിരുന്നു, ഈ മനീഷും 4 ദിവസം കോവളത്തായിരുന്നു. ഇവർ തമ്മിൽ ടൈപ്പ് ആയിട്ട് ഈ പാട്ടൊക്കെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കള്ളക്കളിയാണ്. അതൊക്കെ നേരെ ഉപയോഗം. ലാസ്റ്റ് പാട്ടിട്ടു. Oh, it's very fast. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുടപ്പു അതിലായിരമാക ഒരു മധുരത്തിനാവിൻ റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയിരിക്കുന്നു. അവസാനം വിജയിച്ചിരിക്കുന്നു ടീം സി. മനീഷും സ്വാതിയും സ്വന്തമാക്കിയിരിക്കുന്നത് 3 ലക്ഷം രൂപ. അപ്പൊ എന്തായാലും 3 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുകയാണ് ടീം സിക്ക്. സ്വാതി ആൻഡ് മനീഷ്. മനീഷ് ആൻഡ് സ്വാതി the winner. Congrats. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈജി, കോ പവർഡ് ബൈ ഡോക്ടർ മോംസ്, കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എച്ചേണ and breakfast partner Easter.